ധർമ്മസ്ഥലയിൽ ഇപ്പോഴും മരിച്ചുപോയവരുടെ മൃതദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഒരു വാർത്ത വന്നത്, മാധ്യമപ്രവർത്തകർ അവിടെ അക്രമമൊക്കെ നടന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ശരിക്കും? അവിടെ യഥാർത്ഥത്തിൽ കർണാടകയിലെ മാധ്യമങ്ങളൊന്നും തന്നെ വലിയ തോതിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ചുകൂടി ആ പ്രശ്നത്തെ ഒന്ന് തണുപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം അത് കുറച്ചുകൂടി ഒന്ന് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. കാരണം കൂടിക്കൂടി വരാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ അവിടെയുള്ള യൂട്യൂബ്, സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ തന്നെ വലിയ തോതിൽ ഈ പ്രശ്നത്തെ ടേക്കപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ടേക്കപ്പ് ചെയ്തിരുന്നപ്പോഴാണ് ഈ പറയുന്ന 13ാമത്തെ പ്ലോട്ടിൽ അവിടെ തെരച്ചിൽ നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തുകയും അവിടെയുള്ള ഈ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളെയൊക്കെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്തത്. അപ്പോൾ ആ ആക്രമിക്കുകയും ചെയ്തതിൻ്റെ ഒരു കാരണം ഞാൻ വിചാരിക്കുന്നു, ഒന്ന്, ഇന്നലെ ആ 13ാമത്തെ പ്ലോട്ടിൽ ഇയാൾ കുഴിച്ചിരുന്നത് കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് 6ഓളം പുതിയ സാക്ഷികൾ കൂടി എത്തിയിരുന്നു. അപ്പോൾ ആ സാക്ഷികൾ കൂടി എത്തുമ്പോൾ ഇതിപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, തടഞ്ഞില്ലെങ്കിൽ ഇനിയും നിരവധി സാക്ഷികൾ ഉണ്ടായാലോ എന്ന് പറയുന്നൊരു ഭയമുണ്ട്. ഒന്ന്. രണ്ടാമത്തത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ശിവലി, അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള ടീം 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്നലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വരയ്ക്ക് അവരുടെ ഏറ്റവും ആദ്യത്തെ ഇനീഷ്യൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇനീഷ്യൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതും ചില കണ്ടെത്തലുകളുണ്ട് എന്നുള്ളതുമൊക്കെ തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുമെന്ന് പറയുന്നൊരു വാർത്താ സമ്മേളനം പോലും ഉണ്ടായില്ല. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല, പകരം ഈ രഹസ്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ആദ്യമേ തന്നെ അവിടുത്തെ ഹോം മിനിസ്റ്റർക്കും ഹോം സെക്രട്ടറിയോടും ഒക്കെയാണ് ഇവർ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ പറയുന്ന കൊലയാളികളായിട്ടുള്ള ആളുകൾക്ക് തങ്ങൾ ജയിലിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ഒരു ധാരണ ഏതാണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനുള്ള വഴി നോക്കുമെന്ന് പറയുന്നുണ്ടാവും. ഇത് വലിയ തോതിൽ ഇനിയും വിഷയമായാൽ ഈ അന്വേഷണം നിർത്താൻ പറ്റില്ല, ഇത് അട്ടിമറിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയുള്ള വിശദാംശങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഏറ്റവും അവസാനത്തെ ഒരു കളിയാണ് ഇന്നലെ കളിച്ചേക്കണേ. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തേക്കണേ ചാനലുകളൊക്കെ തന്നെ. ന്യൂസ് 18 മാത്രമാണ് ഇന്ന് അതുകൊണ്ട് അവിടെ രാവിലെ ഞാൻ നോക്കുമ്പോൾ സ്ഥലത്തുള്ളത്. മറ്റ് ചാനലുകളൊന്നും തന്നെ സ്ഥലത്തില്ല. ന്യൂസ് 18 ഒന്നും ആക്രമിക്കൽ അത്ര എളുപ്പമല്ലല്ലോ, നമുക്കറിയാമല്ലോ. അവരൊരു നാഷണൽ ലെവൽ ചാനലാണ്. അപ്പോൾ അത്തരത്തിൽ അംബാനിയുടെ ചാനലാണ്. സ്വാഭാവികമായിട്ടും അതിലൊന്നും കയറി ഇപ്പോൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും കയറി അറ്റാക്ക് ചെയ്യലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനകത്താണ് ഇപ്പോൾ അവിടെയുള്ള OB വാനുകളും അതുപോലെ തന്നെ ചാനലുകളുടെ വെഹിക്കിൾസും വണ്ടികളും എല്ലാം തന്നെ നിർത്തിയിട്ടുള്ളത്. കാരണം മറ്റേതെങ്കിലും ഇവരെ എടുത്തിട്ടുള്ള ലോഡ്ജുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഹോട്ടലുകളിലോ ഒക്കെ തന്നെ റൂം എടുത്ത് നേരത്തേക്ക് അവിടെയാണ് നിർത്തിയിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ നിർത്തിയിട്ടാൽ അത് സുരക്ഷിതമാവില്ല എന്ന് പറയുന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ പോലീസ് സ്റ്റേഷൻ അകത്ത് നിർത്തിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനകത്ത് പുറത്ത് നിർത്തിയിട്ട ഒരുപാട് വണ്ടികൾ ഇന്നലെ ആക്രമിക്കപ്പെട്ടു. വലിയ ആക്രമണമായത് മാറിയേനെ. പക്ഷേ അവിടെയുള്ള നമുക്കറിയാലോ, അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകരൊക്കെ കൂടി സംഘടിച്ചെത്തിയതുകൊണ്ടും പിന്നെ പോലീസ് ലാത്തി ചാർജ് ചെയ്തുകൊണ്ടൊക്കെയാണ്. പക്ഷേ ആ ആളുകൾ സംഘടിച്ചെത്തിയതുകൊണ്ടാണ് പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റായിരുന്നത്. ഇവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ ഡെസ്പറേറ്റായ അങ്ങേറ്റം നിരാശയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഏത് തരത്തിലുള്ള അറ്റാക്ക് നടക്കാം. ആ അറ്റാക്ക് ഇനി പോലീസ് സ്റ്റേഷനകത്ത് കയറി നടത്തുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമില്ല. കാരണം നാഷണൽ ന്യൂസുകളിലും ഇൻ്റർനാഷണൽ ന്യൂസിലൊക്കെ ചർച്ച ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഇത് പോലീസിലുള്ള നിരവധി ആളുകൾ തന്നെ ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തിട്ടുണ്ടാകും. ഈ റിപ്പോർട്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കൊലയാളികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയേക്കാം. കാരണം അവരൊക്കെ അത്ര വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹൈക്കോടതി ആ ഗാഗ് ഓർഡർ മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഇപ്പോൾ ന്യൂസ് മിനിറ്റ് പോലെയുള്ള മാധ്യമങ്ങളും നിരവധി മാധ്യമങ്ങളും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് അവിടെ ആ ഗാഗ് ഓർഡറൊക്കെ തന്നെ ചലഞ്ച് ചെയ്യുകയും ഹൈക്കോടതി അതിൽ നിന്ന് അത് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത്, ഈ പറയുന്ന ഞങ്ങൾ ഇത്രയും കാലം ഇതൊക്കെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ള ധൈര്യത്തിൽ നിന്ന് പതുക്കെ നിരാശയിലേക്കും പതുക്കെ പിടിവിടുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും കാര്യം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ അറ്റാക്ക് നടന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും ദിവസമൊന്നും അവർ അനങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്ന് അറിയാം. എന്തെങ്കിലും ചെയ്യുക,
അല്ലെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയേക്കാം, ചിലപ്പോൾ ഞങ്ങൾ അകത്തായി പോയേക്കാം എന്ന് പറയുന്ന ചിന്തയിലേക്ക് അവർ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് മാധ്യമങ്ങളെയും അവരുടെ റിപ്പോർട്ടിങ്ങിനെയും ഒക്കെ അവർ ഭയന്നു തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഗാഗ് ഓർഡർ ഉണ്ടായിരുന്നു, അതും കൂടി മാറിയതോടുകൂടി വലിയ തോതിലുള്ള റിപ്പോർട്ടിംഗ് അവിടെ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ ഇവിടെ അക്രമം നടത്തിയത് ആരാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? അക്രമം നടത്തിയത് ആരാണെന്നൊക്കെ അറിയാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതെല്ലാം തന്നെ ലൈവിൽ മിക്ക മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ തന്നെ ലോക്കൽ യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ കൃത്യമായി കവർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവരെ ഏതാനും ചിലർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അവരെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. പക്ഷേ സത്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ആരെയും തന്നെ ഇപ്പോഴും പോലീസൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഷിബിലി, ഈ ലോക്കൽ പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന ആളുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇപ്പോഴും വിമുക്തമായിട്ടില്ല. കാരണം അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇവരൊക്കെ രാജാക്കന്മാരാണ്, അതുകൊണ്ട് നിയമവും നീതിയൊന്നും ഇല്ലാത്തവരാണ് എന്നുള്ളതാണ് അവിടുത്തെ സാധാരണ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇനി ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ഇതിലേക്ക് നയിച്ചേക്കാൻ സാധ്യതയുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളെ കൊണ്ടുവന്ന് ഈ നേരത്തെയുള്ള സാക്ഷി അല്ലെങ്കിൽ മിസ്റ്റർ വി എന്നൊക്കെ വിളിക്കാവുന്ന, അതായത് ഈ ശുചീകരണ തൊഴിലാളി ആദ്യം പറഞ്ഞയാൾ, അപ്പോൾ അയാൾ കൃത്യമായിട്ട് ഈ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള 6 പേർ വന്നിട്ടുണ്ടായിരുന്നു. ഈ 6 പേരും SIT ആണ് സമീപിച്ചത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമീപിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു കാരണവശാലും നേരിട്ട് പരാതി സ്വീകരിക്കാൻ പറ്റില്ല, കേസെടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അവിടെയുള്ള ധർമ്മസ്ഥലയിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് പറഞ്ഞത്. അവിടെയും ഈ 6 പേർ ധൈര്യസമേതം പോയി പരാതി കൊടുത്തു. അപ്പോൾ ആ പരാതികളൊക്കെ തന്നെ ഈ പറയുന്ന കുറ്റവാളികൾക്കും ഇതിൻ്റെ പുറകിലുള്ള ക്രിമിനൽ സംഘത്തിനുമൊക്കെ അപ്പം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് കൂടിയാണ് ഇനി ആരും വരരുത് എന്ന് വിചാരിച്ചിട്ട് ഇവർ ആക്രമണം കൂടെ അഴിച്ചു വിട്ടേക്കണത്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യും, പേരിന് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇതിൻ്റെ കിങ് പോയിന്റ് എന്ന് പറയുന്ന, ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന വലിയ തോതിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അധികാര കേന്ദ്രം ഇപ്പോഴും സുഖമായിട്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാൻ പറ്റുമേ, ഈ പോയിന്റ് നമ്പർ 14 എന്ന് പറയുന്ന 13 പോയിന്റുകളല്ലേ നോട്ട് ചെയ്തിട്ടുള്ളൂ. 14ാമത്തെ പോയിന്റും 15ാമത്തെ പോയിന്റും ഇനിയുള്ള നിരവധി പോയിന്റുകളും ഒക്കെ തന്നെ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്താണ്. ഈ എസ്റ്റേറ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുന്ന ആളാണ്. ആ സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങൾ കൂടി പരിശോധിക്കാനുള്ള ഓർഡർ കൂടി കോടതിയിൽ നിന്ന് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത് ജയിലുകളാണെന്നും നാണക്കേടാണെന്നും ഇതുവരെ അനുഭവിച്ചു പോകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ രാജപ്രതാപിയായി വാഴുന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ ദലത്തേക്ക് തോന്നും, ജനം കാർക്കിച്ചു തുപ്പുമെന്നും പറയുന്ന ഒരു കാര്യം, ഭയം ഇവരെ വന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നത്.